സത്യത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടുന്ന വിശ്വാസത്തെ എവിടെയോ വെച്ച് മറന്ന് പോരുമ്പോഴാണ് അന്ധവിശ്വാസം നമ്മളോടൊപ്പം കൂടി വരുന്നത്. യഥാർത്ഥത്തിലുള്ള വിശ്വാസം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഒരിക്കലും അന്ധവിശ്വാസം നമ്മളോടൊപ്പം തുടരുകയില്ല. കാരണം ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോവുകയില്ല എന്നത് വലിയ ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? വളരെ ഉത്ബുദ്ധരായിട്ടുള്ളൊരു സദസ്സാണ്. അതുകൊണ്ട് തന്നെ വരികൾ ഒന്നുകൂടി വിശദീകരിക്കേണ്ടെന്ന ആവശ്യമില്ല. എന്നാലും ഞാൻ ആ പറഞ്ഞത് ഒന്നും കൂടി പറയട്ടെ. അന്ധവിശ്വാസവും ശരിയായിട്ടുള്ള വിശ്വാസവും കൂടി ഒരുമിച്ച് പോവുകയില്ല. അത് രണ്ടും രണ്ട് വഴിയാണ്. ഇത് രണ്ടും കൂടി സഹകരിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഭവം ഒരിക്കലും ഉണ്ടാവുകയില്ല. അന്ധവിശ്വാസത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നത് മനുഷ്യർക്കിടയിൽ, ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കാർക്കിടയിൽ മതജാതി വ്യത്യാസമില്ലാതെ ക്രൈസ്തവ, ഹൈന്ദവ, മുസ്ലിം ഈ മൂന്ന് മതങ്ങളിലെയും ആളുകളിൽ ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്താണെന്ന് അറിയോ? എന്ന് പറയാം. ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്താണെന്ന് അറിഞ്ഞിട്ട് അതിനെ ചികിത്സിച്ചാലേ ചെറിയ ചെറിയ അന്ധവിശ്വാസങ്ങൾ അതിനൊപ്പം കൊഴിഞ്ഞു പോവുള്ളൂ. നമ്മൾ ചെറുതിങ്ങനെ പറഞ്ഞു കൊടുന്ന് വലുതിനെ അവിടെ ബാക്കിയാക്കി നിർത്തിയാൽ ഒരിക്കലും അന്ധവിശ്വാസം നമ്മളിൽ നിന്ന് പോവില്ല. അപ്പം ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്താണ്? ഏറ്റവും വലിയ അന്ധവിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈമാൻ നഷ്ടപ്പെടും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പോവും. അദ്ദേഹം പറഞ്ഞ രണ്ടും കൂടി ഒരുമിച്ച് നിൽക്കില്ല. അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസം എന്നത് നമ്മുടെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയെ തകർക്കുന്നതാണ്. നമ്മുടെ തവക്കുല് നഷ്ടപ്പെടുന്നതാണ്, ഈമാൻ നഷ്ടപ്പെടുന്നതാണ്. ഹൃദയത്തിന് ശരിക്കും ലഭിക്കേണ്ടുന്ന അമ്ന് ഇല്ലാതാക്കുന്നതാണ് അന്ധവിശ്വാസം. അതിൻ്റെ ഏറ്റവും ഉയർന്ന ശ്രേണിയിൽ നിൽക്കുന്ന അന്ധവിശ്വാസം ഏതാണ് എന്ന് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്താണ്? ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി. മൈക്ക് വേണോ? മൈക്ക് വേണമെങ്കിൽ ഏറ്റവും വലിയ അന്ധവിശ്വാസം അള്ളാഹുവിൽ പങ്കു ചേർക്കല്, അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുക, ആരാധിക്കുക, ഏറ്റവും വലിയ അന്ധവിശ്വാസം. നമ്മുടെ വിശ്വാസത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്നത് പോലെ നമ്മളെ സഹായിക്കുവാൻ മറ്റൊരു ശക്തിയുണ്ട് എന്നൊരു വിശ്വാസം, അത് ഏറ്റവും വലിയ ളുലുമാണ്, അക്രമമാണത്. ഇന്ന ശിർക ലളുലുമുൻ അളീം എന്ന് പറഞ്ഞിടത്ത് ഏറ്റവും ഉയർന്ന ശ്രേണിയിൽ നിൽക്കുന്ന അക്രമമാണ് അത്. അന്ധവിശ്വാസം മനുഷ്യനെ ഭയപ്പാടിൽ നിന്ന് ഭയപ്പാടിലേക്ക് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു വലിയ അന്ധവിശ്വാസം വേറെയുണ്ട്. മറ്റേത് അക്രമമാണ്, ഏറ്റവും വലിയ അക്രമം. അതിൽ അന്ധവിശ്വാസത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണത്. ശരിയായ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നതാണ് വേറെയും നമുക്ക് സഹായികളുണ്ട് എന്ന വിശ്വാസം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് സഹോദരിമാരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അന്ധവിശ്വാസമായി നിൽക്കുന്ന ഒന്നാണ് സിഹിർ എന്ന് പറയുന്ന സാധനം. ഈ സിഹിറാണ് നമ്മുടെ നാട്ടിൽ ജ്യോത്സ്യന്മാരെ വളർത്തുന്നത്. നമ്മുടെ നാട്ടിലെ പണിക്കന്മാർക്ക് ഉപജീവനം നൽകുന്നത് സിഹിറാണ്. നമ്മുടെ നാട്ടിൽ തങ്ങന്മാർക്ക് ഉപജീവനം നൽകുന്നത് സിഹിറാണ്. നമ്മുടെ നാട്ടിൽ ബീവിമാർ ഇരിക്കുന്നത് സിഹിറുണ്ടായതുകൊണ്ടാണ്. അങ്ങനെ കുറേ കൂടാരങ്ങളുണ്ടല്ലോ, മഹല്ലറകൾ, അതുപോലെ തന്നെ മക്കാമുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ദിവ്യന്മാർ, ബീവിമാർ, അതിൽ തന്നെ ഒരു ബിരുദം കൂടി കിട്ടിയ ആളുകളാണ് ജിന്ന് ബീവിമാർ എന്നൊക്കെ പറയുന്നത്, അല്ലേ? ജിന്ന് മുസ്ലിയാക്കന്മാർ. എൻ്റെ വീടിൻ്റെ അടുത്ത മതിൽ, അതായത് എൻ്റെ വസ്തുവിൽ പെട്ടിരുന്ന 7 ചില്ലറ സ്ഥലം, അതങ്ങോട്ട് കൊടുക്കുമ്പോൾ അവിടെ ഒരു മതിൽ കിട്ടി. അതിൻ്റെ അപ്പുറത്ത് ആ സ്ഥലം അദ്ദേഹത്തിന് ലഭിക്കാനുണ്ടായ കാരണം, അദ്ദേഹത്തിൻ്റെ ഒരു മകൾ, 5 പെൺമക്കളാണ്. അതിൽ ഒരു കുട്ടിയെ വിവാഹം ചെയ്ത് ദിവസവും പ്രശ്നമാണ്. 2-3 മക്കളൊക്കെ ആയി, എന്നിട്ടും പ്രശ്നം തീരുന്നില്ല.
അങ്ങനെ അവസാനം അതിനെ ത്വലാക്ക് ചൊല്ലിയിട്ട് ആ കുട്ടിയും അവരുടെ കുട്ടിയും കൂടി ഉപ്പയുടെയും ഉമ്മയോടൊപ്പം താമസിക്കുന്നുണ്ട്. അപ്പോൾ അവളെ വേറെ എവിടെയെങ്കിലും ഒരു വീട് വെച്ച് താമസിപ്പിക്കേണ്ട, ഉപ്പയുടെയും ഉമ്മയുടെയും അടുത്ത് തന്നെ ഒരു സ്ഥലം കിട്ടിയാൽ ഒരു വീട് വെച്ച് താമസിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ആ മകൾക്കൊരു വീട് വെക്കാനെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് നിന്ന് ആ സ്ഥലം മേടിക്കുന്നത്. പക്ഷെ പിന്നെ അവിടെ വന്നത് മക്കാമാണ്. അതിൽ പിന്നെ കെട്ടി ഉയർത്തിയത് ഈ സിദ്ധന്മാരുടെ പരിപാടി, ഈ സിഹിർ പോലെയുള്ള കാര്യങ്ങളിൽ ആളുകളെ ചൂഷണം ചെയ്യുന്ന കേന്ദ്രമായി വന്നു. അപ്പോൾ എൻ്റെ തൊട്ട അയൽവാസി ഇതാണ്. ഞാൻ ദിവസവും കാണുന്ന ഒന്നെന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 30 സ്ത്രീകളെങ്കിലും, ഒരു ദിവസം 30 സ്ത്രീകളെങ്കിലും അവിടെ വരുന്നുണ്ട്. ഈ വരുന്ന അധിക സ്ത്രീകളും എൻ്റെ വീട്ടിലേക്ക് കയറി വരും, അധികം ആളുകളും. കാരണം വരുന്നവരുടെ വിചാരം എൻ്റെ വീട്ടിൽ, അതായത് ഈ ചികിത്സ ഇരിക്കുന്ന ആളുടെ വീടാണ് ഇതെന്നാണ്. അപ്പോൾ അവർ നേരെ നമ്മളെ വീട്ടിലേക്കാണ് വരിക. വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം കൊലായിൽ തന്നെ ഉണ്ടാവും. അപ്പം എന്നെ കണ്ട ഞാൻ തന്നെയാണ് മൊയിലേരെന്നും വിചാരിക്കും. കാരണം ഈ സാധനം തൊപ്പി അധികവും തലമ തന്നെ ഉണ്ടാവും. അപ്പോൾ വരുന്നവർ വിചാരം ഉസ്താദ് നിങ്ങളല്ലേ. അപ്പോൾ എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരാകുമ്പോൾ എനിക്കറിയാം ഇവരെവിടെ വന്നത്. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾ എന്താ വന്നത്? പൊന്നാര ഉസ്താദേ, രാത്രി തീരെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല, ഒരു പൊടിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല, എന്നും തന്നെ പ്രശ്നം. പിന്നെ ശരീരമൊക്കെ ഭയങ്കര ക്ഷീണം, ഒരു ജോലിയും എടുക്കാൻ പറ്റുന്നില്ല, പിന്നെ കയ്യിലേക്ക് വരുന്ന സമ്പത്ത് തീരെ കയ്യിൽ നിൽക്കുന്നില്ല, അത് വരുന്നേക്കാൾ വലിയ ചിലവായിപ്പോൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. എന്നിട്ട് പറയും ആരോ സിഹിർ ചെയ്തിട്ടുണ്ട്. ഇതാണ് അവസാനം പറയണത്, ആരോ അത് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്നോടും കണ്ട് പറയുമ്പോൾ ഞാൻ എന്ത് പറയണം? നിങ്ങൾക്ക് വന്ന സിഹിർ ചെറുതല്ലോ എന്ന് അങ്ങോട്ട് പറയണം. അതോടുകൂടി വന്ന ആൾക്ക് സമാധാനമായി. അപ്പം നമ്മൾ വിചാരിച്ചതന്നെ സിഹിർ തന്നെ. ഇങ്ങനെയാണ് അന്ധവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ചൂഷണ കേന്ദ്രമായ ഈ ആളുകളിരിക്കുന്ന കേന്ദ്രത്തിന് അവർക്ക് ഉപജീവനം കിട്ടാൻ ഈ സിഹിർ എന്ന ഒരു സംഭവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാൽ സമ്പന്നമാണ് നമ്മുടെ കേരളം. മറ്റുള്ള രാജ്യം അതിനേക്കാൾ മോശം കേട്ടോ. ബംഗാൾ, ആസാം, ത്രിപുര, അങ്ങനെയുള്ള ഇന്ത്യയുടെ മറ്റ് തമിഴ്നാടൊക്കെ എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസത്തിൻ്റെ അവിടെ വിശ്വാസം തന്നെ ഇല്ല. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്, സമയമുണ്ടെങ്കിൽ ഞാനതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ടുന്ന ഒന്നാണ് സിഹിറിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. എന്താണ് സത്യത്തിൽ സിഹിർ? സിഹിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴിമുട്ടയിലോ ഒരു കരിക്കിലോ ഒരു തകിടിലോ അല്ലെങ്കിൽ അതുമായി എന്തെങ്കിലും അതിൻ്റെ മെറ്റീരിയൽസിൽ എന്തെങ്കിലും ജപിച്ചുകൊണ്ട് എന്തെങ്കിലും എഴുതിക്കൊണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തോ നമ്മുടെ വീട്ടിൻ്റെ പറമ്പിലോ കുഴിച്ചിട്ടാൽ അതിൽ നിന്ന് നമുക്ക് എന്തോ ഒരു പ്രത്യേക രോഗങ്ങൾ വരും എന്ന വിശ്വാസമുള്ള ഒരു സിഹിർ ലോകത്തില്ല. അങ്ങനെ സംഭവിക്കുന്ന ഒന്ന് അള്ളാൻ്റെ ദുനിയാവിൽ അള്ളാഹ് അങ്ങനെ ഒരു സംഭവത്തെ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഇല്ല. കഴിഞ്ഞ ഞായറാഴ്ചയല്ല, അതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച മൂവാറ്റുപുഴയിൽ പെരുമുറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ടൗണിലായിരുന്നു പ്രഭാഷണം. ആ സ്റ്റേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടുത്തെ ഒരു വലിയ ചൂഷണ കേന്ദ്രമാണ് പെരുമുറ്റം ജാറം എന്ന് പറഞ്ഞാൽ. ഭീമാപ്പള്ളിയെപ്പോലെ നിൽക്കുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്ന ഒരു കേന്ദ്രമാണ്. അതിൻ്റെ നേരെ മുമ്പിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആ സംസാരത്തിൽ ഞാൻ ഇത് പറഞ്ഞു, ഈ സിഹിറിൻ്റെ വിഷയം പറഞ്ഞു, കണ്ണേറിൻ്റെ വിഷയം പറഞ്ഞു, ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളും ചൂഷണമൊക്കെ പറഞ്ഞു. അവിടുത്തെ പ്രഭാഷണം ഞാൻ 2 മണിക്കൂറാണ് സംസാരിച്ചത്. ആ 2 മണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾ വന്നു. ഒരു ഇത്ര താടിയുള്ള ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം ഖുർആനിലെ ഒരു ആയത്ത് കാണിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി നഫാസാത്തിൻ്റെ നഫാസ്, അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ചോദ്യമാണ്, ഖുർആനിൽ വന്നതാണ്. അതുകൊണ്ട് ഓരോ കാലഘട്ടങ്ങളിലും ഓരോ മനുഷ്യർ പറഞ്ഞു പ്രചരിപ്പിച്ച ചില സംഭവങ്ങളുണ്ട്. ആ പറഞ്ഞു പ്രചരിപ്പിച്ച സംഭവങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല അതുപോലെ തന്നെയാണ് ഖുർആനിലൂടെയും പറയാം. ആളുകൾക്ക്, ആ ജനത്തിനാണത് മനസ്സിലാവേണ്ടത്. ആ ജനത്തിനു മനസ്സിലാകാൻ അങ്ങനെ
കെട്ടുകളിൽ ഊതുന്ന ആളുകളുടെ കെടുതിയിൽ നിന്നും, അങ്ങനെ ഒരു കെടുതി ഉണ്ട് എന്ന് ആ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കെടുതി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യരുടെ മനസ്സിൽ നിന്ന് അത് പോകൂല. അതുകൊണ്ട് അങ്ങനെ കെട്ടുകളിൽ ഊതിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ കെടുതിയിൽ നിന്നും ഒക്കെ അള്ളാഹ് നിന്നോട് ശരണം. അതോടുകൂടി കഴിഞ്ഞു. നിന്നോട് ശരണം എന്ന് പറഞ്ഞാൽ ഈ കെട്ടി അതിമ ഊതിയാൽ എന്തെങ്കിലും സംഭവിക്കും എന്നതേ അല്ല. സൂറത്ത് യാസീനിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2 പ്രവാചകന്മാർ ഒരു സമൂഹത്തിൻ്റെ സമുദായത്തിന് മുമ്പിൽ ചെന്നിട്ട്, ഞങ്ങൾ അള്ളാഹുവിനുള്ള പ്രവാചകന്മാരാണ്, നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളിൽ ഞങ്ങൾ അപലക്ഷണം കാണുന്നു എന്ന് പറഞ്ഞു ആ പ്രവാചകന്മാരെ ചൂണ്ടിയിട്ട്. അപ്പോൾ പ്രവാചകന്മാർ അവരോട് എന്താ കുറിച്ച് പറഞ്ഞത്? ഖാലു ത്വാഇറുക്കും മഅക്കും. അപലക്ഷണം അത് നിങ്ങളിൽ തന്നെയാണ്, അത് നിങ്ങളിൽ തന്നെയാണ്. അവർ അപലക്ഷണം ഇല്ല എന്ന പ്രവാചകന്മാർ പറഞ്ഞോ? അപലക്ഷണം എന്ന് പറഞ്ഞൊരു സംഗതി ആരും അംഗീകരിക്കുന്നില്ലല്ലോ, ആരും അംഗീകരിക്കുന്നില്ല. ഇവിടുത്തെ സമസ്തക്കാർ പോലും അപലക്ഷണം എന്നൊന്നില്ല മുസ്ലിങ്ങൾക്ക് എന്നാണ് പറയണത്. പക്ഷെ യാസീനിലെ ആ ആയത്തിൽ എന്താ വന്നത്? ഖാലു ത്വാഇറുക്കും മഅക്കും. നിങ്ങളാ പറയുന്ന അപലക്ഷണം നിങ്ങളിൽ തന്നെയാണ്, ഞങ്ങളിലല്ല. എന്തേ? അങ്ങനെ ഇല്ലട്ടോ, അപലക്ഷണം എന്നിട്ട് ഒന്നും ഇല്ലട്ടോ എന്ന് പ്രവാചകന്മാരോട് പഠിപ്പിച്ചോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കെട്ടുകളിൽ ഊതുക, ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ പറഞ്ഞു വരുന്ന സമൂഹത്തോട് അങ്ങനെ അതല്ല എന്ന് പറയലല്ല. അങ്ങനത്തെ ഒന്നും നിങ്ങളെ ബാധിക്കൂല, നിങ്ങൾ അള്ളാഹുവിനോട് ശരണം തേടിയാൽ. ഇതാണ് അതിൻ്റെ കഴമ്പ്. ആ കഴമ്പ് വെച്ചിട്ട് ഖുർആനിൽ ഒരുപാട് ആലങ്കാരിക പ്രയോഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഈ സിഹ്ർ എന്ന് പറഞ്ഞ പ്രയോഗത്തിന് യാതൊരു വസ്തുതയുമില്ലാത്തത് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. ചില പ്രവാചകന്മാർ വന്ന ആളുകളോട് ഞങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ്, നിങ്ങൾ ഈ ആയത്തുകൾ കേൾക്കണം, അള്ളാഹുവിലേക്ക് മടങ്ങണം എന്ന് പറയുമ്പോൾ ആ ജനത പറയും ഹാദ സിഹ്റും മുബീൻ, ഇത് വ്യക്തമായ തട്ടിപ്പാണ്. നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് വ്യക്തമായ തട്ടിപ്പാണ്, സിഹ്റാണ്. അപ്പോൾ സിഹ്ർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തട്ടിപ്പ് എന്നാണ്. അത് കഴമ്പുള്ളതാണെന്നല്ല, അതിൽ യാഥാർത്ഥ്യമുള്ളതാണെന്നല്ല. അത് വളരെ മനസ്സിലാക്കണം. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് കാണാം ഹാദാ സിഹ്റും മുബീൻ, ഇത് വ്യക്തമായ സിഹ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നത് ഒരു അർത്ഥവും ഇല്ലാത്തതാണ്, ഒരു കഴമ്പും ഇല്ലാത്തതാണ് എന്ന് പ്രവാചകന്മാരോട് പറഞ്ഞിരുന്ന പ്രയോഗമാണ് സിഹ്ർ എന്ന് പറയുന്നത്. അപ്പോൾ വാക്കാർത്ഥത്തിൽ തന്നെ സിഹ്ർ എന്ന് പറഞ്ഞാൽ യാതൊരു കഴമ്പുമില്ലാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി എങ്ങനെയാണ് സിഹ്ർ ആളുകൾക്ക് തോന്നുക, പ്രകടമാവുക, പേടിക്കെങ്ങനെ? നോക്കൂ, എൻ്റെ അനുഭവത്തിൻ്റെ തന്നെ ഒരുപാടുണ്ട്. എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്, എൻ്റെ തൊട്ട അയൽവാസി ഒരു സാഹിറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ചെയ്യുന്നൊരു പണിയുണ്ട്. എന്താ പണിയെന്നറിയോ? അപ്പോൾ നിങ്ങൾ കുടുംബത്തിൽ ഒരാൾ നിങ്ങൾക്ക് 1,00,000 ഉറുപ്പ്യ തരാണ്ടെന്ന് വിചാരിക്കുക. 1,00,000 ഉറുപ്പ്യ തരാണ്ട് നമ്മളെ കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്ക് നമ്മൾ കടമായിട്ട് കൊടുത്തതാണ്. അത് കുറേ കഴിഞ്ഞു, തരാമെന്ന് പറഞ്ഞ സമയത്തൊന്നും തന്നില്ല, പിന്നെ ചോദിക്കുമ്പോൾ തെറ്റി. അങ്ങനെയുള്ള ഉണ്ടാവുക. അതിന് കിട്ടുന്ന വഴി നോക്കുന്നൊക്കെ പറയും ചില ആൾക്കാർ. ചില സമയത്ത് നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമ്മളെ പണം നമ്മളിങ്ങോട്ട് ചോദിക്കുമ്പോൾ തെറ്റും പ്രശ്നമാവും. അപ്പം എന്താക്കും? ഇത് കിട്ടൂല. പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇങ്ങനത്തെ ആളുകളെടുത്ത് വരും. എന്നിട്ട് ഇവരോട് പറയും, ഒരാളിങ്ങനെ കാശ് തരണ്ട് കുറേ ആയി, കിട്ടണില്ല, അത് കിട്ടാനുള്ള വല്ല വഴിയും നിങ്ങൾ ചെയ്തു തരുമോ എന്ന് ചോദിക്കും. അപ്പം എന്താ ഇയാൾ പറയാമെന്നറിയോ? എല്ലാ തട്ടിപ്പിൻ്റെ ആൾക്കാരും എന്താ പറയാമെന്നറിയോ? അത് നമുക്ക് ചെയ്യാം, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ചെയ്ത് പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റൂല. ഇവർ പറയുന്നത്. അപ്പം എന്ത് ചെയ്യും? നിങ്ങളാണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവരെ ഒന്ന് വിളിച്ചിട്ട് പറയാം, ഞാൻ ഇന്നാലിന്ന മുസ്ലിയാരുടെ അടുത്താണ് ഉള്ളത്, നിൻ്റെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആ തരാനുള്ള പൈസ നീ തന്നിട്ടില്ലെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും ചെയ്ത് നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നീ സങ്കടപ്പെട്ടിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ. ഇത് ഓൾക്ക് കിട്ടി. ആ ഫോൺ ഇങ്ങോട്ട് വെച്ച മുതൽ നമ്മളെ കണ്ണ് നെറുക്കാണ്ട് പോയി. പണ്ടാറക്കാലത്ത് സിഹർ ചെയ്യാൻ വേണ്ടി പോയിക്കണ്. അവളെ മനസ്സിലവിടെ കയറിയത്. അതിങ്ങനെ കയറി വിചാരിച്ചും കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചെറിയ ഒരു കുട്ടി കസാലമക്കാണ്ട് കയറിയിട്ട് തല കുത്തിയാണ്ട് മറിഞ്ഞാണ്ട് വീണ് മൂക്ക് നിലത്തട്ടി അപ്പോൾ ചോര വരും. മൂക്കിന്ന് ചോരങ്ങനെ കണ്ട് വന്ന്, പടച്ചോനെ തുടങ്ങിയല്ല പ്രശ്നം. ആള് ചില്ലറക്കാരനല്ല. ഓള് പറഞ്ഞത് ശരിയാണ്.
മമ്പർത്തങ്ങളെ ഇനി എന്താ കാട്ടുക? ഈ കുട്ടീനെ കണ്ട് വാരിയെടുത്ത് അതിനെ കൊണ്ടേ കുളിപ്പിച്ചിരുത്തി അതിനൊക്കെ ഒന്നിങ്ങനെ നോക്കുമ്പോഴാകും അടുപ്പിൽ വെച്ച കലം മണ്ണിൻ്റെ ചട്ടിയൊക്കെ ആണെങ്കിൽ വെള്ളം ഒഴിക്കാനൊക്കെ മറന്നുണ്ടെങ്കിൽ അതിങ്ങനെ ചൂടായിട്ട് അതാണ് പൊട്ടും. അപ്പം മനസ്സിലായി, പടച്ചോനെ ഇത് പിടുത്തം വിട്ടുകണ്. ഓള് വേഗം വിളിക്കും മാപ്പിളക്ക്, പിന്നെ നമ്മളെ കൊടുക്കാനുള്ള പൈസ വേഗം കൊടുക്കണം കേട്ടോ, പലാല് മുസീബത്ത് ഓരോന്ന് ഇവിടെ തുടങ്ങിക്കണം. ഓളെന്തോ ചെയ്തിക്കണ്. ഈ പൈസ എന്താക്കും, എങ്ങനെങ്കിലും ചെയ്തിട്ട് ഓൾക്കാണ്ട് കൊണ്ടു കൊടുക്കും. പൈസ ഓൾക്ക് കിട്ടി, 1,00,000 കിട്ടിയപ്പോൾ പോയ 1,00,000 അതിന് 25,000 ഉറുപ്യ ഈ സിഹിർ ചെയ്തെന്ന ഉസ്താദിന് പിടിച്ചോളിങ്ങൾ. എന്നാലും ഓൾക്ക് 75,000 ലാഭം. ഇതാണ് ഇതിൻ്റെ വകുപ്പ്. നേരെ മറിച്ച് ഇവളൊരു മൊയിലേരെടുത്ത് പോയി ആ വിവരം പൈസ കൊടുക്കാനുള്ള പെണ്ണ് അറിഞ്ഞിട്ടില്ല. ഓളെ വിവരം അറിഞ്ഞിട്ടില്ല. ഓള് മരിക്കോളെ പൈസ നിങ്ങൾക്ക് കിട്ടൂല. ഓളെ പേരേൽ എന്തുണ്ടായാലും അത് സ്വാഭാവികമായിട്ടുള്ള വീഴലും മുറിയിലും ഒക്കെ ആവുള്ളൂ. ഈ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് എന്നു കേൾപ്പിക്കുന്ന ബോധ്യപ്പെടുത്തുന്നതുണ്ടല്ലോ, അതാണ് ഈമാനില്ലാത്തവരുടെ ഹൃദയത്തിൽ ഭയപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? ഇന്നെ ശരിയാക്കി തരാം. ഞാൻ സമസ്തയിൽ നിന്ന് പോരാൻ പാടുണ്ടായിരുന്നില്ല. അത് വേറെ കാരണം, അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ ശരിയാക്കി എടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ നമുക്കത് അങ്ങനെ മനസ്സിലായില്ല. സമസ്തയിൽ ഞാൻ ഉണ്ടായിരുന്ന പള്ളിയിൽ ഒരുപാട് കാര്യങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അപ്പോൾ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നതിൽ പിന്നെ എൻ്റെ കുടുംബം, എൻ്റെ മഹല്ലും ഈ വിഷയത്തിൽ നമ്മളോട് ഒരു എതിർപ്പുണ്ടാവുമല്ലോ. സാഹോദര്യമായിട്ട് എന്നോട് നാട്ടുകാർക്കോ കുടുംബക്കാർക്കോ യാതൊരു വെറുപ്പുമില്ല കേട്ടോ. എന്നെ ഭയങ്കര ഇഷ്ടമാവും അവർക്ക്. ഞാൻ എന്നെപ്പറ്റി അങ്ങനെ പറയുമ്പോൾ പൊക്കി പറയണമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങളെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു കുടുംബമുണ്ട്, സമസ്ത കുടുംബമാണ്. ഞങ്ങളുടെ ജുമാഅത്ത് പള്ളീൻ്റെ നേരെ ബാക്കിലാണ് അവരുടെ വീട്. ആ വീട്ടിലെ വെല്ലിപ്പ മുതൽ എനിക്ക് ബന്ധമുണ്ട്. ആ വെല്ലിപ്പ പള്ളിയിലുണ്ടായിരുന്ന കാരണന്മാരായ സമയത്ത് ഞാൻ പള്ളിയിലുള്ളതാണ്. അപ്പം ഞങ്ങൾ നല്ല ബന്ധമാണ് ആ കുടുംബത്തേറ്റ്. അവിടുത്തെ ആ വെല്ലിപ്പാൻ്റെ പേരക്കുട്ടീൻ്റെ കുട്ടീൻ്റെ നിക്കാഹിന് എന്നോടാണ് ഖുതുബ അറിയാൻ പറഞ്ഞത്. നിക്കാഹ് ചെയ്യുന്നത് മറ്റേ നമ്മളെ ബഷീർ അലി ശിഹാബ് തങ്ങൾ നിക്കാഹിനിരിക്കുക, ഞാൻ ഖുതുബ പറയാം. എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഓരിന്നെ ഖുതുബക്ക് വിളിക്കുമോ? അങ്ങനെ ഒരു ഖുതുബന്നെ ഓരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല. അപ്പോൾ അവിടുത്തെ നാട്ടിലെ ആളുകളും മഹല്ലത്തെ ആളുകളും കുടുംബക്കാരും എന്നോട് വെറുപ്പേ ഇല്ല. ഞാൻ അവരെപ്പോൾ കണ്ടാലും വളരെ ബഹുമാനത്തോടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നത്. പക്ഷേ ഈ കാര്യങ്ങൾ ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇതിൻ്റെ പണിയെടുക്കുന്ന ആളുകൾ, ഇവർക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും. കാരണം എന്താ, ഇപ്പോൾ ഇവിടെ ഒരുപാട് സ്ത്രീകൾ, നിങ്ങളാണ് ഇവരുടെ വരുമാനം. ഈ ഇരിക്കുന്ന ആളുകളുടെ വരുമാനം, അവർക്ക് സ്വന്തമായിട്ട് പണം അവരുടെ പോക്കറ്റിലെത്താൻ ഒരു വിദ്യ അവരുടെ അടുത്തില്ല. അവരുടെ അടുത്തുള്ള വിദ്യ എന്താ, അവരെടുത്ത് വരുന്ന ആളുകളെ പറഞ്ഞു പേടിപ്പിച്ച് ഓരോന്നിന് ഇത്ര പൈസ ചിലവാവും എന്ന് പറഞ്ഞിട്ട് പൈസ മേടിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽപ്പെട്ട പല ആൾക്കാരും ശരിയാക്കി തരട്ടാ പല തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അവരെ വിളിച്ചു നിർത്തും. എങ്ങനെയാണ് ശരിയാക്കുക? സിഹിർ ചെയ്തിട്ടാ? എന്നാൽ ഒരു വെള്ള പേപ്പർ ഇങ്ങോട്ട് കൊണ്ടുവരും, ഞാൻ ഇതിൽ എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങൾ ചെയ്യുന്ന ഏത് സിഹിറും ഒരു പരാതിയും ഇല്ലാതെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ എന്ന് നിങ്ങളിങ്ങോട്ട് എഴുതി തരണം. ഞാൻ പല വഴിക്കും പോണ ആളാണ്. എവിടെയെങ്കിലും വെച്ച് ഒരു സ്റ്റെപ്പും വന്ന് ഇറങ്ങുമ്പോണ്ട് മറിഞ്ഞു വീണ ഇപ്പം കണ്ടോ ജി എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടിൽ ചേർക്കാൻ വരണ്ട. പറ്റുമോ ആർക്കെങ്കിലും? കഴിയില്ല. എന്തേ? അങ്ങനത്തെ ഒരു വസ്വാസം എൻ്റെ ഹൃദയത്തിൽ ഇഞ്ഞു കയറൂല. ഞാൻ നേരത്തെ ആ സഹോദരി പറഞ്ഞതുപോലെ അള്ളാഹ്ക്ക് പുറമേ നമ്മളെ സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ആ വിശ്വാസത്തിൽ നിന്ന് അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിലെ ഭയപ്പാട് മുഴുവൻ പോയി, എല്ലാം പോയി. ഇനി എനിക്ക് പേടില്ല. എന്നെ തകർക്കാനോ തളർത്താനോ ഈ പറയുന്ന ആരെക്കൊണ്ടും ഒരു അനക്കം പോലും ചെയ്യാൻ കഴിയില്ല. ഇനി എൻ്റെ കുടുംബത്തിലും എൻ്റെ അയൽവാസികളിലും ചില വീടുകളിൽ ഞാൻ ചെയ്ത ചില സംഭവങ്ങളുണ്ട്. എന്താണെന്നറിയോ?
എൻ്റെ ആൾക്കാരോട്, എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയുമല്ലോ, എടാ ഒന്നുമില്ല, ഇത് മഹാ തട്ടിപ്പാണ്. അപ്പോൾ അവർക്കത് മനസ്സിലാവില്ല. അവർ പറയും ഇജ്ജ് മിണ്ടാതെ ഇരുന്നോ, നമുക്ക് എത്ര അനുഭവമുണ്ട്, പലതുണ്ട് എന്ന് പറയും. അപ്പോൾ ഇവർക്കിതൊന്ന് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. അതിന് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ ആ വീട്ടുകാരുടെ ശ്രദ്ധയില്ലാത്ത ഒരു സമയമൊന്നും ഇപ്പം നിങ്ങളോട് പറയണില്ല, ഒരു സമയത്ത് ഒരു വാഴൻ്റെ ഇലയിൽ കുറച്ച് അരിമ്പൂ ഉണ്ടല്ലോ, അരിമ്പൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, വെലിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പൂവ്, അരിപ്പൂ എന്ന് പറയുന്ന പൂ, അതിന്മേൽ ചെറിയ കായ ഉണ്ടാവും. നമ്മൾ സ്കൂളിൽ പോണ സമയത്ത് നമ്മൾ വെത്തിലടക്കായിട്ട് തിന്നുന്നത് അതിൻ്റെ ഇലയും ഈ പൂവും അതിൻ്റെ കായും കൂടി ചവച്ചാൽ ഒരു ചുവപ്പ് നിറം കിട്ടും. അപ്പോൾ നമ്മളെ വെത്തിലടക്കം അതായിരുന്നു. അങ്ങനെ നമ്മൾ അരി ആ വെയിൽ, അന്ന് വെയിലുള്ളോ, ഇന്ന് വെയിലി എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് അറിയുന്നില്ല, വെയിലിൻ്റെ അവിടെ ഇതിങ്ങനെ ഉണ്ടാകുക. ഇത് കുറച്ച് പൊട്ടിച്ചിട്ട് ഈ വാഴൻ്റെ ഇലയിലിട്ട്, ഒരു ലേശം പച്ചരി, ഒരു പിടി പച്ചരി അതിലിട്ട്, ഒരു 4 കുരുമുളകും അതിലിട്ട്, എന്നിട്ടത് മുടക്കി നല്ല ഒരു വായനാര് കൊണ്ട് കെട്ടി ഇവരുടെ ഉമ്മറത്ത് ഇറങ്ങി വരുമ്പോൾ തന്നെ കാണുന്നത് പോലെ കൊണ്ടുവച്ചു ഒരു വീട്. എന്നിട്ട് ആ വീട്ടുകാർ സ്ഥിരം നമ്മളെ പരപ്പനങ്ങാടി, തൊട്ടടുത്തുള്ള പരപ്പനങ്ങാടി ഒരു പണിക്കരുണ്ട്, അവിടേക്ക് വരുന്ന ഒരു ഓട്ടോറിക്ഷ ഉണ്ട്. അവർ സ്ഥിരത പരിപാടി ഈ പണിക്കരടുത്തേക്ക് പോവും വരുക. കാരണം അവർ 2 കുടുംബങ്ങൾ തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇവർ പരസ്പരം ഇങ്ങനെ ആണ്ടും കണ്ടും ഈ സിഹിറിൻ്റെ ആൾക്കാരാണ്. ഇത് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് അവർ വിളിക്കുന്ന ഓട്ടോറിക്ഷക്കാരൻ ഒരു ക്രിസ്ത്യൻ സഹോദരനാണ്. അവൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അനക്ക് നാളെ രാവിലെ ഒരു 7 മണിൻ്റെയും 8 മണിൻ്റെയും ഉള്ളിലായിട്ട് പരപ്പനങ്ങാടിക്ക് ഒരു ട്രിപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അവനോട് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എവിടുന്ന്? എൻ്റെ വീട്ടിൽ നിന്നാണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്നല്ല, നമ്മളെ ഈ മഹലിൽ നിന്ന്, നമ്മളെ നാട്ടിൽ നിന്ന് ഈ സാധാരണ പോണൊരു വീട്ടിൽ നിന്ന് എന്നെ വിളിക്കും. അപ്പോൾ ഈ പരപ്പനങ്ങാടിക്ക് ഓരോട്ട് പണിക്കരടുത്തേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. ഇവന് ആരാടോ പറയും, കാരണം വലിയ ട്രിപ്പ് അവിടെ നിന്ന് പരപ്പനങ്ങാടിക്ക് തന്നെ അത്യാവശ്യം പൈസ ഇടണ. ഞാൻ പറയും, വാക്ക് എനിക്കറിയും, അതെനിക്കിങ്ങനെ മനസ്സിലായൊരു സംഗതിയാണ്, ഞാൻ ഇപ്പോൾ പഴയ പോലെ ഒന്നുമല്ല, എനിക്ക് പല കാര്യങ്ങളും ഇങ്ങനെ അറിയാമെന്ന് പറഞ്ഞു അവനോട്. ഇത് പറഞ്ഞ് ഞാൻ കണ്ടു പോകുന്ന അരമണിക്കൂർ കഴിഞ്ഞേക്കാൻ അവൻ വിളിച്ചിട്ട് പറഞ്ഞു, ട്രിപ്പ് കിട്ടിയിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കിട്ടും. ഈ കിട്ടിയ സാധനം വാഴൻ്റെ ഉണ്ടല്ലോ ഞാൻ കൊണ്ടുവച്ചേ, അതും കയ്യിലെടുത്തൊരു കവറിലിട്ട് അവർ ഈ പരപ്പനങ്ങാടി ഈ പണിക്കരെടുത്ത് വന്നു. അവിടെ കാത്തിരുന്നു. അവരുടെ സമയമായപ്പോൾ പണിക്കരെടുത്ത് കൊടുത്തു. അത് പണിക്കരത് കൈകൊണ്ട് തൊട്ടിയില്ല ഈ സാധനം. അദ്ദേഹം വേറെ ചില സാധനങ്ങളൊക്കെ വെച്ച് ആ കെട്ടൊക്കെ പൊട്ടിച്ച് ഇതിങ്ങോട്ട് തുറന്നപ്പോൾ, നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു, ഇതെങ്ങാനും കൊടുന്ന ആൾ മണ്ണിൻ്റെ അടിയിൽ വെച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാളെ മണ്ണിൻ്റെ അടിയിലേക്ക് പോകുമായിരുന്നു. മനസ്സിലായോ? ഇതെങ്ങാനും മണ്ണിൻ്റെ അടിയിൽ പോയിരുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാൾ മരിച്ചു പോകുമായിരുന്നു. ഇത് കയ്യിൽ പുറത്ത് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ്. അതുകൊണ്ട് ഇതിന് പ്രശ്നപരിഹാരം ചെയ്യണം. ഒരു 6500 റുപ്യൻ്റെ ചിലവ് വരും, പൈസ. പിന്നെ കുറേ സാധനങ്ങൾ ലിസ്റ്റ്. അതിൽ കരിങ്കോഴിയുണ്ട്, കരിങ്കോഴിൻ്റെ മുട്ടയുണ്ട്, മത്തനുണ്ട്, വെള്ളേരിയുണ്ട്. മൂപ്പർക്ക് ഒരാഴ്ച വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം മുഴുവൻ ആ ലിസ്റ്റിലാണ്ട് എഴുതി കൊടുത്തു. ഇതൊക്കെ വന്നതിന് ശേഷം ഈ ഡ്രൈവർ എന്നോട് പറയാം, അങ്ങനെ ഞാൻ ഓനോട് പറഞ്ഞേ, നിങ്ങളാ കൊണ്ടുപോയ സാധനം ഉണ്ടല്ലോ അതിലെന്തൊക്കെയുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരട്ടെ. അതിൽ അരിമ്പുണ്ട്, പച്ചരിയുണ്ട്, 3-4 മണി കുരുമുളക് ഉണ്ട്. കാരണം കുരുമുളക് അന്ന് തോനെ കിട്ടൂല, വിലയുള്ള സമയമാണ്, അതുകൊണ്ട് 4 മണി ആയത്. ഇതെങ്ങനെ എനിക്കറിയാമെന്ന് ചോദിച്ചു. അത് ഞാനല്ലേ കൊണ്ടുവച്ച് എനിക്കറിയില്ലേ. അത് മണ്ണിൻ്റെ ഒട്ടായ ഒരാൾ മരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വിശ്വാസമാണത്? ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കുന്ന, ആളുകളെ പേടിപ്പിക്കാൻ പറ്റുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇവിടെ ഇല്ലാത്തവരെ പറ്റിക്കാൻ പറ്റുന്ന ഒരു സംഗതി മാത്രമാണ് സിഹിർ എന്ന് പറയുന്നത്. ഒരു യാഥാർത്ഥ്യവും അതുകൊണ്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹു അതിനെ വൻ പാപങ്ങൾ എണ്ണിയെടുത്ത് രണ്ടാമതായിട്ട് എണ്ണിയത്. ഒന്നെന്താ ഷിർക്കാണ്. നേരത്തെ സഹോദരി, ഒന്ന് ഷിർക്ക. ഷിർക്കിന് വല്ല യാഥാർത്ഥ്യം ഉണ്ടോ? ഷിർക്കിന്? ആളുകൾ എന്തോ രൂപം കൊത്തി ഉണ്ടാക്കിയ രൂപമായി, പിന്നെ അതിനോട് പ്രാർത്ഥിക്കുന്നു. ആ രൂപവും നമ്മുടെ പ്രാർത്ഥനയും കൂടെ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. ഇങ്ങനെ ഒരു ബന്ധവുമില്ലാത്ത ഒന്നാണ് രണ്ടാമത് പറഞ്ഞു, ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് എന്ത് പറ്റും? ആളുകളെ വഴിതെറ്റിക്കാൻ പറ്റും, അവരുടെ ധനത്തെ ചൂഷണം ചെയ്യാൻ പറ്റും, തമ്മിൽ അടിപ്പിക്കാൻ പറ്റും, കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും. എന്തേ ഇതാണ് ചെയ്തതെന്ന് തങ്ങൾ പറഞ്ഞേക്കണം. അപ്പോൾ തങ്ങളിങ്ങനെ ചോദിക്കും, നിങ്ങളേറ്റവും കൂടുതൽ
ശത്രുതയുള്ള ആരെങ്കിലും ഉണ്ടോ കുടുംബത്തിൽ? അവ പറയും, ആളെ പറയാൻ സമ്മതിക്കൂല. അപ്പോൾ ഈ തങ്ങൾ തന്നെ പറയും, കുറച്ച് തടിച്ചിട്ട് ഒരു ഇരുനിറമായിട്ട് എപ്പോഴും സിഗരറ്റൊക്കെ വലിക്കണേ ഇങ്ങനത്തെ ഒരു ഹംക്ക് ഒരു കുടുംബത്തിലില്ലാത്തത് ഉണ്ടാവുമോ? ഇങ്ങനത്തെ ഒന്നും എല്ലാ കുടുംബത്തിലും ഉണ്ടാവുമല്ലോ. ഓൻ നിങ്ങളെ വലിയ ഇഷ്ടമൊന്നുമല്ല, ഇപ്പം നിങ്ങൾക്ക് കുറച്ച് സാമ്പത്തികമായിട്ടൊന്നും ഇതായപ്പോൾ ഓനക്ക് ഒരു ലേശം മയമുട്ടിയേ എന്നാലും ചിന്നോട് ഇത് ചെയ്തല്ല. അപ്പം തന്നെ പോയ മാമാക്ക് മനസ്സിലായി ഇത് മയമുട്ടിയാണ്, ഇത് മയമുട്ടിയാണ്. എന്തേ അങ്ങനത്തെ ഒരാൾ ഉണ്ടാവും ഒരു കുടുംബത്തിൽ? ഓൻ തന്നെ. നിങ്ങൾ ഓനോട് പോയി ചോദിക്കൊന്നും വേണ്ടട്ടാ, ഓനോട് പോയി ചോദിക്കൊന്നും വേണ്ട, നമുക്ക് ഇവിടെ ശരിയാക്കാം. ഓനോടാണ്ട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഓൻ അപ്പം തന്നെ ഈ മൊയിലേരെ വന്നിട്ട് അടിച്ച് പൊട്ടിക്കും. വേണ്ട കളവ് പറഞ്ഞേന് അല്ലേ? ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പെന്നല്ലാതെ, ഒരു ചൂഷണമെന്നല്ലാതെ സിഹിർ എന്ന് പറയുന്ന സാധനം കൊണ്ട് ഈ ദുനിയാവിൽ ഒരാളെയും ഒരിഞ്ച് പോലും അനക്കാൻ കഴിയില്ല. അങ്ങനെ അനക്കാൻ അതിന് വല്ല യാഥാർത്ഥ്യം ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്കറിയോ ബംഗാളികളാണ് ഈ സിഹിറിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആളുകൾ. ആസാമികൾ അതിൻ്റെ ആസാന്മാരാണ്. അങ്ങനെയുള്ള ഒരുപാട് സ്റ്റേറ്റുകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട്. ആസാമിലൊക്കെ മുസ്ലിങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. ഒരു 10-50 ആൾക്കാർ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, ഒരു ലോഡ് മുട വേണോ നമ്മൾ എത്തിച്ചേരാം, കോഴിമുട്ട ഒരു ലോഡ് വേണം നമ്മൾ എത്തിച്ചേരാം. കാരണം എന്താ, അത്രയും വലിയൊരു ഷെയ്ത്താനാണ്ട് ഒഴിവായി കിട്ടുകയാണെങ്കിൽ, ഈ രാജ്യത്തിൻ്റെ സമാധാനത്തെ നശിപ്പിക്കുന്ന ഷെയ്ത്താന്മാരുണ്ടെങ്കിൽ ആ ഷെയ്ത്താന്മാരെ നമുക്ക് 10 കോഴിമുട ചിലവാക്കിയിട്ട് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ തരൂലേ കോഴിമുട? നമുക്കൊരു 10 കോഴിമുട വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കൊടുന്നു തരൂ. എന്നിട്ട് എല്ലാവരും കൂടി ആ ഷെയ്ത്താനെ ഒരു ദിവസം ഒന്ന് പനിപ്പിച്ചെടുക്കാൻ. ഞാൻ അതാ പറയണത്, ഒരൊറ്റ ദിവസം ഓനക്കൊന്ന് വയറ്റുനോക്ക് പിടിച്ചിട്ട്, ആ വലിയ തടിയുള്ളൊരു ചങ്ങായിയൊക്കെ ഉണ്ടല്ലോ, ഹൈ ഇൻ്റോനെ എന്തോ ഒരു ചൊർക്കാടാ എന്നെ കാണാൻ എന്നിങ്ങോട്ട് പറയുമ്പോൾ തന്നെ കണ്ണേറുണ്ട് തട്ടിയിട്ട് ഓൻ പിന്നെ ഇങ്ങനെ നടക്കുക. എന്തേ അറിയില്ല, ഏതോ ഒരു മാപ്പിളച്ചി എന്നെ നോക്കിയിട്ട് തരക്കടില്ല എന്ന് ടി വിയിൽ പറഞ്ഞതാ, അന്ന് തട്ടിയതാ കണ്ണേറ് ഇതുവരെ ശരിയായിട്ടില്ല. ഉണ്ടോ? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമുണ്ട്, ക്രൂരന്മാർ. നിങ്ങൾ കണ്ടില്ലേ, പിഞ്ചു കുട്ടികൾ തണുത്തിട്ട് ചുണ്ടിങ്ങനെ വറക്കുക. കാരണം കൊടും തണുപ്പാണ് ഇപ്പോൾ അവിടെ. കയറിക്കിടക്കാൻ വീടില്ല, അവർക്ക് ഉടുക്കാൻ വസ്ത്രമില്ല, ഒന്ന് പുതക്കാൻ പുതപ്പില്ല. അവിടെ ഇങ്ങനെ ഏതെങ്കിലും മരത്തിൻ്റെ ചോട്ട് കിടക്കുക, അപ്പോഴായിരിക്കും മഴ പെയ്യുക. ആ കുട്ടികൾ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികൾക്ക് മഴ ചെയ്ത് അറിഞ്ഞിട്ടില്ല, അവരെ കാല് വെള്ളത്തിലാണ്, തല കുറച്ച് നിങ്ങൾ കണ്ടോ ഫോട്ടോകളൊക്കെ, ആ വീഡിയോകളൊക്കെ കണ്ടോ? പൊന്നുമക്കൾ, ആ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് പണ്ടാറടക്കാനോ ഓനൊന്നും ഒതുക്കാൻ പറ്റിയ ഒരൊറ്റ സാഹിർമാരും ലോകത്തില്ല. എന്തെങ്ങനെ വരുമ്പോൾ ഇവർ ഉൾവലിയുന്നത്? ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവർ എവിടേക്കായി മാറുന്നത്? എന്നാൽ പിന്നെ പറ്റായിരിക്കാ നമ്മളെ പാത്തൻ താത്താക്ക് നബീസ് താത്താന് ഒതുക്കാൻ പറ്റും, നമ്മളെ ജമീലാക്ക് നമ്മളെ ആസിയാനെ ഒതുക്കാൻ പറ്റും. ആൻസറാ, അതിൻ്റെ അപ്പുറം ഒടുക്കും പോണില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇതിനപ്പുറം പോകാൻ പറ്റണ ഒന്നുമില്ല ഇതിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ വല്ല വിശ്വാസം ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ എടുത്തണ്ട് വലിച്ചെറിഞ്ഞാൽ ഒരു ചുക്കും നിങ്ങൾക്ക് സംഭവിക്കൂല. നിങ്ങൾ ആരുടെ മുമ്പിലും ആർജവത്തോടു കൂടി പറയാൻ പറ്റും, ഞാനൊരു മുസ്ലിമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് ഇവിടെ കണ്ടുണ്ടായ ഒന്നുക്കും പിന്നെ അതാണ് വിശ്വാസം, മറ്റേതൊക്കെ അന്ധവിശ്വാസം. അതുകൊണ്ട് തന്നെ സിഹിർ എന്ന് പറയുന്നതും കണ്ണ് ഏറ് എന്ന് പറയുന്നതും ഒരു യാഥാർത്ഥ്യവുമില്ലാത്ത, ഒരു മനുഷ്യനിലും ഫലിക്കാത്ത, കേവലം ആളുകളെ പറ്റിക്കുന്ന ചെപ്പടി വിദ്യ മാത്രമാണ്. അതും മാത്രമാണ്. ഇനി രണ്ടാമത്തെ ഒരു വിശ്വാസം, അന്ധവിശ്വാസം എന്താണെന്നറിയോ? മറഞ്ഞ കാര്യം അറിയുന്ന ആളുകളുണ്ട് എന്ന് വിശ്വസിക്കുക. മറഞ്ഞ കാര്യം, ഇപ്പം നമ്മളടുത്ത് എന്തെങ്കിലും നഷ്ടപ്പെട്ടു, ഇപ്പോൾ ഇവിടെ അടുത്താണെന്ന് തോന്നി, പരിയാപുരം എന്ന് പറയുന്നത്, വെട്ടം പരിയാപുരം അടുത്താണ്. പരിയാപുരത്ത് ആരെങ്കിലും ഉണ്ടോ സദസ്സിൽ? പരിയാപുരത്ത് ആരെങ്കിലും ഉണ്ടോ? പരിയാപുരം ഭാഗത്തുള്ള ഇല്ല. പരിയാപുരത്ത് നിന്നൊരു ഉമ്മാമ ഞാൻ ഈ പറയുന്ന എൻ്റെ അയൽവാസീൻ്റെ വീട്ടിലേക്ക് വന്നു. ഒരു പ്രായമുള്ളൊരു ഉമ്മാമയാണ്. ആ ഉമ്മാമ അവിടെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ നേരെ വന്ന് എൻ്റെ വീട്ടിലേക്കാണ്. അധികം ആളുകൾ എൻ്റെ വീട്ടിലേക്ക് വരും, വെള്ളം കുടിക്കാൻ, കുറച്ചേരം ഇരിക്കാൻ ഒക്കെ.
കാരണം ബസ് തിരൂർ ഭാഗത്തേക്കുള്ള ബസ്സൊക്കെ എൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിർത്തും. അവിടെ വലിയൊരു സപ്പോട്ട മരമുണ്ട് പുറത്തേക്ക് റോട്ടിലേക്ക്. അവിടെ നല്ല തണലാണ്. ആ തണലിൽ ഇങ്ങനെ നിൽക്കും വരും. അപ്പോൾ ഇടയ്ക്കൊന്ന് വെള്ളം കുടിക്കാൻ തോന്നിയാലും ഒന്ന് ഞാൻ നിന്നിട്ട് ഇരിക്കണം തോന്നി ഇരിക്കാൻ ചെറിയ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ. അവർക്ക് കഴിയുമ്പോൾ ഇരിക്കും ചെയ്യും. അപ്പോൾ ഇങ്ങനെ വരും. ഇതിലൊരു ഉമ്മാമ വന്നിട്ട് ചോദിച്ചു, മോനെ ഒരു ലേശം കഞ്ഞിൻ്റെ വെള്ളം തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്തേ? എൻ്റെ ഉമ്മാനെ വിളിച്ചിട്ട് പറയുമ്പോൾ വേഗം ഒരു ലേശം ഉപ്പിട്ടിട്ട് കഞ്ഞിൻ്റെ വെള്ളം കുടിക്കും ഉമ്മമ്മക്ക് എന്ന് പറഞ്ഞു. ആ ഉമ്മ കൊടുന്നു കൊടുത്ത് ആട് കുടിച്ച് ഇതിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഉമ്മ നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? മോനെ ഞാൻ വെട്ടം പര്യാപുരത്തു നിന്നാണ് എന്ന് പറഞ്ഞു. എന്തേ വന്നതെന്ന് ചോദിച്ചു. എൻ്റെ പേരക്കുട്ടിൻ്റെ കൈച്ചെയിന് കാണാനില്ല, പൊയ്ക്കണ്, ഞാനത് മൂപ്പരോട് ചോദിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് ഈ തൊട്ടിരിക്കണ. അപ്പം ഞാൻ ചോദിച്ചു, മൂപ്പര കട്ടത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. മൂപ്പരത് കട്ടത്? അല്ല കുഞ്ഞെ, മൂപ്പര് കട്ടതല്ല. പിന്നെ അങ്ങനെ പോയത് അവിടെ ഒന്ന് ചോദിച്ചാൽ കിട്ടുമല്ലോ. ആർക്കെങ്കിലും കിട്ടിക്കണോ മാമാന്ന് ചോദിച്ചു. അതെനിക്കറിയില്ല മോനെ, കിട്ടിയത് ആർക്കെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, കിട്ടുമെന്ന് ചിലവരൊക്കെ പറഞ്ഞിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. മാമാനെ മെല്ലെ വിളിച്ചുകൊണ്ടേ ആ അദ്ദേഹത്തിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് നിർത്തി. അപ്പുറത്തെ ഗേറ്റിൻ്റെ അടുത്ത് നിർത്തിയിട്ട് അവിടെ 3 CCTV ക്യാമറ കാണിച്ചു കൊടുത്ത്. CCTV ക്യാമറ ഗേറ്റും അങ്ങനെ വെച്ചിട്ടുണ്ട്. ചോദിച്ചു, മാമ ഈ 3 എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ ചോദിച്ചു. മാമ പറഞ്ഞു, മോനെ അത് വൈകുന്നേരം ആകുമ്പോൾ വെളുക്കെത്തിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാമ അത് വെളുക്കെത്തിക്കുന്നതല്ല, ഇതിന് CCTV ക്യാമറ എന്നാ പറയുക. അഥവാ അയാൾ ഇരിക്കണ റൂമിൽ നിന്ന് ഈ പുറത്ത് നടക്കുന്ന സംഭവം എന്തെന്ന് മൂപ്പരെ കണ്ണുകൊണ്ട് കാണാൻ മൂപ്പർക്ക് കഴിയില്ല. നമ്മളെപ്പോലെ തന്നെ ഇപ്പം നമ്മൾ റൂമിലിരുന്ന റൂമിൻ്റെ പുറത്ത് എന്താ നടക്കുന്നത് നമുക്കറിയില്ലല്ലോ. അതുപോലെ നമ്മളെ കണ്ണ് പോലത്തെ ഒരു കണ്ണാണ് ആ പാവക്കാക്കാൻ്റെ കണ്ണ്. അതുകൊണ്ട് മൂപ്പർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കാണൂല. അത് കാണാൻ വേണ്ടിയിട്ട് മൂപ്പര റൂമിലൊരു പെട്ടിക്കൂടുണ്ട്. ആ മനെ അവിടെ ഒരു പെട്ടിക്കൂടുണ്ട്. എന്നാൽ അതിലിപ്പോൾ ഉമ്മാമ ഞാനും നിങ്ങളും ഇവിടെ നിന്നിട്ട് ഈ പെട്ടിക്കൂടത്ത് ഇങ്ങനെ പറഞ്ഞത് മൂപ്പർ അവിടെ കാണും. അവൻ എന്നെ കണ്ട മൂപ്പർ ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങി വരും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് മൂപ്പര് വന്ന്. കാരണം ഉമ്മാമയാണ് എൻ്റെ ഒപ്പം നിൽക്കുന്നത്. ഉമ്മാമ അപ്പം അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളൂ, മൂപ്പർക്ക് അറിയാം. വന്നിട്ട് എന്നോട് ചോദിച്ച്, എന്താ എൻ്റെ പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, ഉമ്മാമക്ക് ഞാൻ ഈ CCTV ക്യാമറ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തതാ. നിങ്ങളെ കണ്ണിന് ഇങ്ങോട്ട് പുറത്തേക്ക് കാഴ്ച ഇല്ലാത്തതുകൊണ്ട് നിങ്ങളിത് വെച്ചതാണെന്ന് ഉമ്മാമക്ക് പറഞ്ഞു കൊടുത്ത്. ഈ CCTV ക്യാമറക്കോ വെട്ടം പര്യാവരം വരെ കാണാനുള്ള കഴിവ് ഈ ക്യാമറക്കും ഇല്ല. ഇവിടെ ഇങ്ങനെ ഏതാനും മീറ്റർ മാത്രം. അതുകൊണ്ട് ഉമ്മാമാൻ്റെ കാണാതായ ചെയിന് കിട്ടൂലെന്ന് ഞാൻ ഉമ്മാമനോട് പറഞ്ഞിക്കണെന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി ഈ ഉമ്മാമ ഇതൊക്കെ എന്നോട് പറഞ്ഞിക്കണെന്ന് മൂപ്പർക്ക് മനസ്സിലായി. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഉമ്മാമ നിങ്ങൾ വേഗം പൊയ്ക്കോളേ, ഓൻ്റെ തലമത്തെ തൊപ്പിയൊന്നും നിങ്ങൾ നോക്കണ്ട, ഓ നമ്മളെ കൂടുതൽ പെട്ടതല്ല എന്ന് പറഞ്ഞു. അപ്പം ഉമ്മാമ എൻ്റെ തൊപ്പി ഇങ്ങനെ നോക്കും, എൻ്റെ മുഖത്തേക്കും ഇങ്ങനെ നോക്കും. മോനെ അങ്ങോട്ട് കയറുമ്പോൾ എൻ്റെ അടുത്ത് നിന്ന് 200 ഉറുപ്പ്യ മേടിച്ചിക്കണടാ, എനിക്ക് അതൊന്നും ഇങ്ങോട്ട് മേടിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഉമ്മാമ്മക്ക് മനസ്സിലായി ചെയിൻ ഏതായാലും പോയി, കൊടുത്ത 200 പോയി. ഞാൻ പറഞ്ഞു, ഉമ്മാമ്മ കൊടുത്ത 200 മേടിച്ചു തരാൻ എൻ്റെ അടുത്ത് വകുപ്പില്ല. നിങ്ങളോട് ഈ കാര്യം ഇനി നിങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് 200 പോവരുത്, അത് നിങ്ങളെ ഓർമ്മപ്പെടുത്താനേ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് ഖുർആൻ എന്നൊരു ആയത്തും കൂടി ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നംല് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. വേറെ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നംലിൽ പറഞ്ഞ കാര്യം ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്. നബിയെ പറയണം. ആരാ പറയേണ്ടത്? നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ആകാശങ്ങളിലോ ഭൂമിയിലോ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവൻ ആരുമില്ല. അത് അള്ളാൻ്റെ മാത്രം കഴിവിൽപ്പെട്ടതാണ്. അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. മാത്രവുമല്ല വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ,